പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വിളമ്പിയത് ഭക്ഷിക്കുവിൻ. ലൂക്ക 10:8. ഗുരുതുല്യനായ ഒരച്ഛൻ തൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വചനഭാഗം എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു തരുന്ന മനോഹരമായിട്ടുള്ളൊരു വചനം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കും. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. നിങ്ങൾക്ക് വിളമ്പിയത് ഭക്ഷിക്കുവിൻ. എന്നിട്ട് ഒരാൾക്കും കഴിയാത്ത വിധത്തിൽ വൃദ്ധനായൊരപ്പൻ തൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം വിളമ്പി വെച്ച ഒരു മകനെക്കുറിച്ചുള്ള ഉദാഹരണം കൂടി അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും. തോമസ് എന്നാണ് ചേട്ടൻ്റെ പേര്. തോമസ് ചേട്ടന് 4 പെൺകുട്ടികൾ, ഒരാൺകുച്ചിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ സ്വർഗം നൽകുന്നു. പക്ഷേ ആ കുഞ്ഞിനെ ജന്മനാ തന്നെ തളർന്നു കിടക്കുന്ന ഒരു കൊച്ചാണ്. എല്ലാവർക്കും നന്മ മാത്രം ചെയ്തു ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് ഒരു തിന്മ പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്യാത്ത, എപ്പോഴും ഇടവകയുടെയും കർത്താവിൻ്റെയും കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന തോമസ് ചേട്ടന് ഇങ്ങനെയൊരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കർത്താവിനോട് പരാതിയൊന്നുമില്ലേ, പരിഭവം പറയാനൊന്നുമില്ലേ, ദേഷ്യമൊന്നും തോന്നണില്ലേ? തനിക്ക് മാത്രം കഴിയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തനിക്ക് മാത്രം കഴിയുന്നൊരു പുഞ്ചിരിയോടുകൂടെ ആകാശങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി തോമസ് ചേട്ടൻ ഉത്തരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മടിയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, തളർന്നു കിടക്കുന്നൊരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ആർക്ക് കൊടുത്താൽ പൊന്നുപോലെ നോക്കുമെന്നറിയാനായി ദൈവം താഴെ ഈ ഭൂമിയിലേക്ക് നോക്കി ഈ പാവം തോമസിനെ കണ്ടു, അവനെ എനിക്ക് തന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണേലും അതെനിക്ക് വേണ്ടി വിളമ്പി വെച്ചിരിക്കുന്നത് ഞാൻ ഭക്ഷിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരെ നോക്കി സ്വർഗം സന്തോഷിക്കുന്നുണ്ടാവും. വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്താണോ നിങ്ങൾക്കായി ജീവിതമേശയിൽ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്, വിളമ്പി വെച്ചിരിക്കുന്നത്, അത് വേണ്ട എന്ന് പറയാനല്ല. ചവർപ്പുള്ളതാവാം, കയ്പുള്ളതാവാം, പുളി കൂടുതലുള്ളതാവാം, എരിവുള്ളതാവാം, എങ്ങനെയുള്ളതായിക്കോട്ടെ, അതിങ്ങനെ ഭക്ഷിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കാൻ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന് വചനം നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. കുടിയനായൊരു ഭർത്താവ്, കലഹിക്കുന്നൊരു ഭാര്യ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അത്രയ്ക്കും അവരെ ഒരു തങ്ങളുടെ ലെവലിലേക്ക് എത്താത്തതെന്ന് കുഞ്ഞുങ്ങൾ പറയുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ സ്വർഗം ഇങ്ങനെ നമ്മുടെ ജീവിതമേശയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കൂടെ ഇരിക്കുന്നവർ പോലും കുറ്റവും കുറവൊക്കെ ഉണ്ടല്ലോ. ഒന്നാമത്തെ മാതാപിതാക്കളെ നോക്കണം, ദമ്പതിമാരെ നോക്കണം. അത് ആദവും ഹവ്വയാണ്. ഹവ്വ കൃത്യമായിട്ട് ഇങ്ങനെ ആദത്തിനെ പാപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നുണ്ട്. ആദം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മുൻപിൽ വെച്ച് ഈ സ്ത്രീയെ തള്ളിപ്പറയുന്നുണ്ട്. എന്നിട്ടും അവരൊരുമിച്ച് തന്നെ ജീവിക്കുന്നുണ്ടല്ലോ. ദൈവം ഏൽപ്പിച്ചു കൊടുത്തെന്നുള്ള ബോധ്യത്തിൽ പിന്നെ ഇങ്ങനെ കൈവിട്ട് കളയാതെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അബ്രഹത്തിന് സാറ എപ്പോഴും കലഹിക്കുന്ന ഒരു ഭാര്യയായിരുന്നു. സാറയ്ക്കാവട്ടെ അബ്രഹാം ഒരു വേലയും കൂലിയും ഇല്ലാത്ത, ഒരു നയാ പൈസ എടുക്കാനില്ലാത്ത ദരിദ്രനായിട്ടുള്ള ഒരു ഭർത്താവ്. എന്നിട്ട് അയാളെ നോക്കി പ്രഭോ എന്നാണ് വിളിക്കണേ. ഇങ്ങനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം. വിശുദ്ധ യൗസേപ്പ് പിതാവ് പരിശുദ്ധ മാതാവിനെ സ്വീകരിക്കുന്നത് സ്വന്തം ഇഷ്ടം കൊണ്ടല്ല എന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നാണ് പറയണേ. എന്നിട്ടും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. വളരെ സന്തോഷത്തോട്, പിന്നെ തൻ്റെ ഇഷ്ടത്തിന് അതിൻ്റെ ഒരു നിഴല് പോലും അതിനകത്ത് കൊടുക്കണില്ലേ. എന്തൊരു സ്നേഹത്തോടും കരുതലോടും ആദരവോടും കൂടെയാണ് ദൈവമേൽപ്പിച്ച ഈ ഒരു സ്ത്രീയെ പിന്നീട് അയാൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്ന് കാണണം. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്താണോ ജീവിതം ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് സ്വീകരിക്കാൻ. തോബിത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ആദ്യം മുതലേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ത്രീ. സാറയെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയണേ. കൊച്ചു തോബിയാസിൻ്റെ പ്രാർത്ഥനയാണ്. ആദവും ഹവ്വയും ആദത്തെയും ഹവ്വയെയും അങ്ങ് ഒരുമിപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരാൾ. കൂടെ ഇരിക്കുന്ന ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ,
ഇപ്പോൾ ഒപ്പം പ്രാർത്ഥിക്കാനിരിക്കുന്ന ഒരു പുരുഷനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എത്ര തവണ വിളിച്ചിട്ടും മാറിയിരിക്കുന്ന ആ മനുഷ്യൻ, പ്രാർത്ഥനയുടെ അടുക്കലേക്ക് വരാത്ത മക്കൾ, ഇവരൊക്കെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാ. അങ്ങനെ ഒരു മനസ്സ് കിട്ടിയാൽ പിന്നെ ഇവരുടെ എന്ത് കുറ്റങ്ങളും കുറവുകളും സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനായിട്ട് പറ്റും. തളർന്നു കിടക്കുന്ന ഒരു ഭർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭ്രാന്തിയായിട്ടുള്ളൊരു ഭാര്യയുടെ കാര്യങ്ങളിൽ സദാ ശ്രദ്ധാലുവായിരിക്കുന്ന ചില മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയണ ഒറ്റ കാര്യമുള്ളൂ, കർത്താവിൻ്റെ അൾത്താരയുടെ മുൻപിൽ വെച്ച് ഞങ്ങൾ സ്വീകരിച്ചതാണ്, വിട്ടുകളയാൻ പറ്റില്ല എന്തൊക്കെയാണെങ്കിലും. ഈറ്റ് വാട്ട് ഈസ് ഇറ്റ്. ഇത് ബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ മാറിപ്പോവാത്ത ചില രോഗാവസ്ഥകളുണ്ട്. ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്ന കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ഇതൊക്കെ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പാനപാത്രങ്ങളാണെങ്കിൽ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചോ, പ്രശ്നമില്ല. കർത്താവ് പോലും പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ പറ്റുമെങ്കിൽ പാനപാത്രം എടുത്തു മാറ്റാൻ. പക്ഷേ നിൻ്റെ ഇഷ്ടം അത് ഞാൻ കുടിക്കണമെന്നാണെങ്കിൽ പിന്നെ അതിനകത്ത് യാതൊരു സംശയവുമില്ല, എതിര് പറച്ചിലുമില്ല, ഞാൻ റെഡിയാണ്. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാനം ഇതാണ്. ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് വിളമ്പി വെച്ചിരിക്കുന്ന മനുഷ്യർ ജീവിതാനുഭവങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ എളുപ്പമാണ്. പരാതി പറയാതെ, കുറ്റപ്പെടുത്താതെ, വിധിവാചകങ്ങളില്ലാതെ നമുക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റിയേക്കും. ഒപ്പമുള്ളവരെ അങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിരുത്തിക്കൊണ്ട്, ദൈവമേ ഇവരെയൊക്കെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹം നമ്മുടെ ബന്ധങ്ങൾക്ക് മേൽ ആശീർവാദമായി പടരട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടുകൂടെ ചേർത്ത് പിടിച്ച ചില മനുഷ്യർ, അവരെ ജീവിതത്തിൽ തകർന്നു പോവാതിരുന്നത് നിങ്ങളങ്ങനെ ചേർത്ത് പിടിച്ചതുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവരുടെ ബലഹീനതകളൊന്നും നോക്കാതെ ഇങ്ങനെ മുറുകെ പിടിച്ചതുകൊണ്ട് മാത്രമാണ്. ഇവളില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ആത്മഹത്യ ചെയ്താനേ എന്ന് പറയുന്ന എത്ര പേരെ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ഇയാളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചാനേ എന്ന് പറയുന്ന എത്ര പേരുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? കർത്താവ് തന്നിരിക്കുന്നതാണ്, വിളമ്പി വച്ചിരിക്കുന്നത് തമ്പുരാനാണെങ്കിൽ സ്നേഹപൂർവ്വം സ്വീകരിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കകളിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.